മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് മരിച്ച വിദ്യാർത്ഥികളുടെ കബറടക്കം ഇന്നാണ്. സുഹൃത്തുക്കളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. പയ്യന്മാർ ഇവിടെ താഴെയുള്ളവർ തന്നെയാണ്, അടുത്തുള്ളവർ തന്നെ. അവർ ഇന്നലെ എന്നല്ല ഇതിന്റെ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കില്ലല്ലോ. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഈ കാണുന്ന മരത്തിന്റെ ചോട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി നിൽക്കും. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് പോവാന്നല്ല വിചാരിച്ചിട്ട് നിൽക്കും. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന അവരും ചിന്തിച്ചിട്ടില്ല. നാട്ടുകാർ സത്യം പറയാൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. ഈ മഴ പോയതിനു ശേഷം ഇതുവഴി പോകുന്ന ഒരാളാണ് ജസ്റ്റ് ഇത് കണ്ടത്. ഇതുപോലെ തന്നെ വ്യൂ പോയിന്റ് കാണാൻ ഒരു പയ്യൻ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കിടക്കുന്നത് കണ്ടു. 2-3 ആൾക്കാർ എണീക്കാൻ വയ്യാതെ എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു ഏട്ടുണ്ട് നമ്മൾ ഇതിലൊക്കെ പോകുന്നത്. മൂപ്പരോട് ഒന്ന് കാര്യങ്ങൾ സംസാരിച്ച് മൂപ്പര് താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാരാണ്. പിന്നെ പെട്ടെന്ന് നാട്ടിലൊക്കെ പെട്ടെന്ന് വിവരം കിട്ടി. ആംബുലൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു. 2 ആൾക്കാർ ജീപ്പിലാണ് കൊണ്ടുപോകാൻ പറ്റിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ തത്സമയം ചേരും. അതിന് പിന്നാലെ അപകടമുണ്ടായ കുരങ്ങൻചോലയിൽ നിന്ന് ദിലീഷ തിലകൻ കൂടി ചേരും. ആദ്യം ഗൂഗിളിലേക്ക്. ഗൂഗിൾ പറയൂ, വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാക്കിയ നിർഭാഗ്യകരമായ ഈ സംഭവം ഒരു നാടിനെ മുഴുവൻ നടുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും എസ്കെൻ, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്തരത്തിലൊരു വിയോഗം. 4 ചെറുപ്പക്കാരാണ്, 18, 20, 22 വയസ്സുള്ള 4 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നത്. കുരങ്ങൻചോല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അവിടെ ആളുകൾ വൈകുന്നേരങ്ങളിൽ പോയിരിക്കുകയും സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ 7 സുഹൃത്തുക്കൾ സമയം ചെലവഴിക്കാൻ, തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്താണ് മഴയ്ക്കൊപ്പം അപ്രതീക്ഷിതമായ ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും ഇവർക്ക് ഇടിമിന്നൽ ഏൽക്കുകയും ചെയ്തത്. 6 പേരെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചു. ആ 6 പേരിലാണ് 4 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരാൾ തെറിച്ചു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ തെരച്ചിലാണ് 7ാമത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അയാളെയും ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. 4 പേരാണ് മരണപ്പെട്ടത്. റഹീസ്, ഫഹദ്, സിയാദ്, ബഹാസ്. ഇവരൊക്കെ ഒരേ നാട്ടുകാർ തന്നെയാണ്, ഒരേ മഹലിന് കീഴിലുള്ള ആളുകൾ തന്നെയാണ്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാനും നിമിഷങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയാണ്. ഇവിടെ ഇപ്പോൾ ഫഹദിന്റെ മൃതദേഹമാണുള്ളത്. മറ്റു 3 പേരുടെ മൃതദേഹം തൊട്ടടുത്ത മോർച്ചറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഫഹദിന്റെ പോസ്റ്റ്മോർട്ടം ഏതായാലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 3 പേരുണ്ട്. അവർ ഈ മരിച്ച ഫഹദിന്റെ സഹോദരനായിട്ടുള്ള റോഷനാണ് ഒരാൾ. റോഷൻ, പിന്നെ അതോടൊപ്പം തന്നെ റഹീസ്, മരിച്ച റഹീസിന്റെ സഹോദരനായിട്ടുള്ള സൽമാനുൽ ഫാരിസ്, ഇവരുടെയൊക്കെ മറ്റൊരു സുഹൃത്ത് ഇഷ്ഹാത്ത്. ഇവർ 3 പേർ ഇപ്പോൾ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർ അപകടനില തരണം ചെയ്തു എന്നാണ് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം 10 മണിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്ത് കോഴിക്കോട്ട് പറമ്പിലെ ടസ്കർ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ അവിടെ പൊതുദർശനം ഉണ്ടാകും. ഏകദേശം 1 മണിക്കൂർ എന്ന നിലയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളൊക്കെ എത്തുകയാണെങ്കിൽ സമയം കൂടാനുള്ള കുറച്ചു സമയം കൂടെ വെക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇവരുടെയൊക്കെ ഖബറടക്കവും ഒരേ മഹലിന് കീഴിൽ വരുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഖബറടക്കം നടക്കുക വെള്ളിലമലയിൽ റഹ്മാനിയ ജുമാ മസ്ജിദിലായിരിക്കും. അതും അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടൊരു വിയോഗമാണ്. ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ആരും പ്രതീക്ഷിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇന്നലെ മഴയൊക്കെ പെയ്തിരുന്നു. അതിനിടയിൽ ശക്തമായ ഒരു ഇടിമിന്നൽ വന്നതാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. ഇന്നലെയൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. മറ്റു നടപടികളൊക്കെ, പോലീസ് നടപടികളൊക്കെ, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. ജില്ലാ കളക്ടറൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ആ നടപടികളൊക്കെ വേഗത്തിലാക്കിയത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അല്പസമയത്തിന് തന്നെ 1ാമത്തെ ആളുടെ ഫഹദിന്റെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. ഉടനടി തന്നെ മറ്റേ ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിന് ശേഷമായിരിക്കും പൊതുദർശനത്തിന് ശേഷം അവിടെ വെള്ളിലമലയിൽ ജുമാ മസ്ജിദിൽ വെച്ച് ഖബറടക്കവും നടക്കും. എസ്കെൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.